പോയ മെറ്റ എടുത്തോണ്ട് പോയ കുട്ടി സഖാക്കള് തിരിച്ചു കിട്ടുവോ? കിട്ടുവോ? അത് പോയാൽ എന്തായാലും വിഷമമുണ്ടാ? അടുത്ത പ്രാവശ്യം ഒന്നും കൂടി അതാണ് ചങ്കൂറ്റുള്ള സഖാക്കൾ. കുട്ടി സഖാക്കൾ എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല, നല്ല ചങ്കൂറ്റുള്ളവരാണ്. അത് പോയാലും കുഴപ്പമില്ല, നമ്മൾ അടുത്ത് തന്നെ വേറെ എടുക്കുന്ന പറഞ്ഞിരിക്കണം. അത്രയും ചങ്കൂറ്റത്തോടെ പറയുന്നത്. ആർക്കുണ്ടാവും ഇത്രയും ചങ്കൂറ്റം? കുട്ടി സഖാക്കൾക്ക് അല്ലാതെ ആർക്കാ അത്രയും ചങ്കൂറ്റുള്ളത്? എന്താണെങ്കിലും ആ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാമോ? മറ്റേ ഇൻസ്റ്റല്ലേ പോയിട്ടുള്ളൂ, ഇവിടെ ഇരിക്കണ്ട ചെങ്കുടി, ആ ചെങ്കുടി ആർക്കും മാറ്റായില്ലോ. മറ്റേ എടുത്തിട്ട് പോയാൽ ഒരു വിഷമവുമില്ല, അതെടുത്തിട്ട് പോയാൽ പോട്ടെ. ഇൻസ്റ്റാഗ്രാമിൽ എടുത്തിട്ട് പോകാൻ കഴിയുള്ളൂ. ഇത് അവിടെ ഇരിക്കണ്ടേ ആ ചെങ്കൊടി ഇവിടെയാണ് ഇരിക്കുന്നത്, അതെടുത്തിട്ട് പോകാൻ ഒരാൾക്കും കഴിയില്ലല്ലോ എന്ന്. അതാണ് ആ വാക്കുകളുടെ ധൈര്യം പോലും ഇന്ന് ഭരിക്കുന്നവർക്കില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഭയങ്കര ദുഃഖം. കൊങ്ങികളുടെ ഒരുപാട് മെഴുകുകളുണ്ടായിരുന്നു 2 ദിവസമായിട്ട്. അതായത് കുട്ടികളാണ്, അവർക്ക് ഇത്തരം കാര്യങ്ങളൊന്നും അറിയില്ല, മുതിർന്നവർ വേണം ശ്രദ്ധിക്കാൻ, കുട്ടികൾ പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കൊങ്ങികളുടെ ഒരു ജാതി കമന്റ്. പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കാനും അത് പഠിപ്പിക്കാനും അവരുടെ മാതാപിതാക്കളും രക്ഷിതാക്കളുണ്ട്, അവർക്കറിയാം. പിന്നെ നിങ്ങൾ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ലാണ്ട് നിങ്ങളുടെ വി.ഡി. സതീശൻ സർക്കാരിനെ ന്യായീകരിക്കാനും മെഴുകാനും വേണ്ടി കുറേ കൊങ്ങികളുടെ കമന്റുകൾ. ഇന്ന് കൊങ്ങികൾക്കൊരു സത്യം അറിയോ? നിങ്ങൾക്ക് ശരിക്കും ബുദ്ധിയില്ല എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നത് മുഴുവൻ കുട്ടികളുടെ ചാനലാണ്, അതിന് എന്താണ് ഓരോ നിയമവശങ്ങളുണ്ട്, ആ നിയമവശങ്ങൾ ലംഘിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ചാനൽ നഷ്ടപ്പെടും, അല്ലെങ്കിൽ അങ്ങനെ കുട്ടികൾക്ക് ഒരു പരിമിതികളുണ്ട്, പ്രായപൂർത്തിയായവർക്കാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യാൻ പറ്റുള്ളൂ, കുട്ടികൾക്ക് പരിമിതി. എന്നാൽ ഒട്ടേറെ കുട്ടികളുടെ ചാനലുകൾ ഇന്നും നിലവിലുണ്ട്. എന്തുകൊണ്ട് കുട്ടി സഖാക്കൾ എന്നുള്ള കുട്ടികളുടെ ചാനൽ മാത്രം നഷ്ടപ്പെട്ടു? അത് പറഞ്ഞാൽ പറയും പഠിക്കുന്ന പ്രായത്തിൽ കുട്ടികളൊന്നും ഇത്ര ചെയ്യാൻ പാടില്ലാന്ന്. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? പിന്നെ നിങ്ങൾക്ക് ബുദ്ധിയില്ലാന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. കാരണം നിങ്ങൾ ഒരുപാട് പേര് പറയണു ഇത് മെറ്റ എടുത്തു കളഞ്ഞത്, അത് മെറ്റയുടെ ഓണറായിട്ടുള്ള ആളല്ല എടുത്തു കളയുന്നത്, ഇത് AI ടൂൾ എന്ന് പറയുന്ന സാധനമാണ്, അത് ഇൻസ്റ്റാഗ്രാമിൻ്റെ മറ്റും ടെക്നിക്കൽ പ്രോബ്ലം കൊണ്ട് പോയതാണ് എന്നൊക്കെ. റിമൂവ് ചെയ്ത വീഡിയോകളും ഫോട്ടോസും പോസ്റ്റുകളും പലതും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു? എന്താ കാരണം? അത് മെറ്റയ്ക്ക് ഒരു അബദ്ധം പറ്റിയെന്നാണ് പലവരും പറഞ്ഞു പരത്തിക്കുന്നത് ഈ കുങ്ങികൾ. എന്നാൽ അതല്ല, ശരിക്കും അതിലുണ്ടായിരിക്കുന്ന സത്യം ഇപ്പം മെറ്റ പുറത്തു വിട്ടിട്ടുണ്ട്. ഈ എഴുതി കാണിക്കുന്ന, ഈ അടിയിൽ മഞ്ഞ ലൈനിൽ കാണിക്കുന്ന, എഴുതി കാണിക്കുന്ന ഈ വാക്കുകൾ വായിച്ചാൽ അറിയാം. അതായത് മെറ്റ പ്രാദേശിക നിയമം അനുസരിച്ചുകൊണ്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മെറ്റയ്ക്ക് കിട്ടിയിട്ടുള്ള മെയിലിന്റെ അടിസ്ഥാനമായിട്ടാണ്, അതായത് ലോക്കൽ ലീഗൽ റിക്വയർമെന്റ് പ്രകാരമാണ് അവർ ഈ നടപടിക്രമങ്ങൾ എടുത്തിരിക്കുന്നത്. ഈ നടപടിക്രമം എടുക്കാനുള്ള കാരണം ഇവിടെ നിന്ന് അവർക്കൊരു പരാതി ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇതിലൂടെ അവർ എഴുതി പറഞ്ഞിട്ടുള്ളത്. മെറ്റയ്ക്ക് പരാതി കിട്ടിയത് കൊണ്ട് തന്നെയാണ് മെറ്റ പോസ്റ്റും വീഡിയോസും ഒക്കെ റിമൂവ് ചെയ്യും, ഈ കുട്ടി സഖാവ് എന്നുള്ള പേജ് റിമൂവ് ചെയ്യാനുണ്ടായ കാരണമെന്ന് മെറ്റ വളരെ വ്യക്തമായി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ്. അപ്പോൾ ആരായിരിക്കും ഇവിടുന്ന് മെറ്റയ്ക്ക് ഇങ്ങനെയുള്ളൊരു മെസ്സേജ് കൊടുത്തിട്ടുള്ളത്? ആരായിരിക്കും ഇത് നീക്കം ചെയ്യാനുള്ള അനുമതി കൊടുത്തിട്ടുള്ളത്? ഇതൊക്കെ തന്നെ എന്തോരം കപടങ്ങളാണ് പറഞ്ഞു വരുന്നത്. അതിനിടയിൽ കൂടെ കുട്ടികളുടെ പേജാണ് അതുകൊണ്ട് പോയതാണെന്ന് അത് കൃത്യമായി തന്നെ അവരുടേതായ രേഖകൾ അവർ വെളിപ്പെടുത്തി. കാരണം അവരുടെ പേരിൽ, മെറ്റയുടെ പേരിൽ കുറ്റമില്ല, അവർ സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ഇത് റദ്ദ് ചെയ്തിരിക്കുന്നതെന്ന് അവർ വ്യക്തമായി തെളിയിക്കുന്ന രേഖകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ ആരെ ന്യായീകരിക്കും? കുറേ കൊങ്ങികൾ വന്ന് ന്യായീകരിച്ചല്ലോ, ഇനി ആരെ ന്യായീകരിക്കും? അപ്പൊ ആരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ഭരിക്കുന്നവരല്ലാതെ മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയുമോ? വളർന്നു വരുന്ന കുട്ടി സഖാക്കളെ പേടിച്ചുകൊണ്ട് തന്നെ ഇനി വരും തലമുറയിൽ ഇങ്ങനെ ഒരുപാട് പേര് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ അടിപതറും, കോൺഗ്രസിന് ഒരു സീറ്റ് പോലും കിട്ടാതെ വരും എന്നുള്ള ഭയം കൊണ്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള തെളിവാണ്. എന്നിട്ട് വരും ഇതിന്റെ ഇടയിൽ കൊങ്ങികളുടെ ഒരുപാട് മെഴുകലും ന്യായീകരിക്കലും. നിങ്ങൾ എന്തിനെങ്ങനെ ന്യായീകരിക്കുന്നത്? സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് മെറ്റ പുറത്തുവിട്ടിരിക്കുന്നത്. ഇനി ഇതിൽ കൂടെ തെളിവൊന്നും വേണ്ട. എന്നാലും നിങ്ങൾ ന്യായീകരിച്ചോളൂ, അത് നിങ്ങളുടെ അവകാശമാണല്ലോ. വീഡിയോ നിങ്ങൾ എത്ര വെളുപ്പിക്കാൻ നോക്കിയാലും വെളുക്കില്ല. കാരണം ജന്മനാൽ നുണയനാണ്. 14 വയസ്സിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞു എന്ന് പറഞ്ഞതിന്റെ വീഡിയോയുടെ താഴെ കമന്റുകൾ എഴുതിയിട്ടുണ്ട്. അതായത് ഇയാൾ 1 വയസ്സിലാണ് 1ാം ക്ലാസ് ചേർന്നത്. അപ്പോൾ വീട്ടുകാർക്ക് തന്നെ ഇയാളുടെ നുണ സഹിക്കാൻ വയ്യാതെ 1 വയസ്സിൽ തന്നെ 1ാം ക്ലാസ് ചേർത്തി എന്ന് കമന്റുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ കമന്റുകൾ വായിച്ചറിയാം. അത് നോക്കുമ്പോൾ ഇന്ന് തുടങ്ങിയ നുണയല്ല, നുണ പറയാൻ ജനിച്ചപ്പോൾ തുടങ്ങിയാണ്. ഇനി അത് ഒരിക്കലും നിർത്തൂല്ല. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞു കേട്ടില്ലേ? അത് അങ്ങനെ നടക്കുകയുള്ളൂ. നിങ്ങൾ ന്യായീകരിച്ചോളൂ, എത്ര വേണമെങ്കിൽ ന്യായീകരിച്ചോളൂ. പക്ഷെ നുണ പറയുന്നത് നിർത്താൻ കഴിയൂല. നുണ തന്നെ. ഒരു നുണ കൊണ്ട് സത്യമാക്കാമെന്ന് കരുതരുത്. ഇന്ന് പറഞ്ഞ നുണ നാളേക്ക് പൊളിഞ്ഞു വീഴാണ് ഇത്രയും കാലം കണ്ടിട്ടുള്ളത്. ഇനിയും തുടരും. ഈ നുണകൾ തുടരുമ്പോൾ അത് പൊളിഞ്ഞു വീഴുന്നതും തുടരും.